ട്രാൻസ് വുമന്റെ മാതൃത്വം ഈ സിനിമയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. റിയൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് ഒന്ന് പറയാമോ? എനിക്ക് റിയൽ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് എന്റെ സർജറി ചെയ്ത സമയത്ത് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രിപ്പറേഷൻ എടുക്കുന്നതിന്റെ സർജറിയുടെ തലേ ദിവസം എനിക്ക് ഭയങ്കരമായിട്ടും ഞാൻ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ സർജറി കഴിഞ്ഞ് ടേബിളിൽ കിടക്കുന്ന സമയത്തും എനിക്ക് സന്തോഷം തോന്നിയിരുന്നു. എൻ്റെ ലൈഫ് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇനി ആരും എന്നെ മോശപ്പെടുത്തുന്ന രീതിയിൽ ആരും കളിയാക്കത്തില്ല, അല്ലെങ്കിൽ എനിക്കും ഒരു സ്ത്രീ പ്രസവിക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും എന്നിലുള്ള ഒരു മാതൃത്വം പുറത്ത് കാണിക്കാനും എക്സ്പ്രസ് ചെയ്യാനും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. ആ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം കുറിച്ചിട്ടൊരു നിമിഷമാണ്. അതിലൂടെ എനിക്ക് ഒരുപാട് ആത്മവിശ്വാസവും ആ ഒരു ജീവിക്കാനുള്ള തുടക്കവും ഒക്കെ തോന്നിയിരുന്നു. അത് വലിയൊരു എൻജോയബിൾ മൊമെന്റ് ആയിരുന്നു ലൈഫിൽ. റിയൽ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട്, അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? റിയൽ ലൈഫില് ശരിക്കും എന്താ പറയാ, എന്നിൽ എന്താ പറയാ, പിന്നെ മാതൃത്വം എനിക്ക് പലപ്പോഴും അങ്ങനെ പ്രസവിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് നിലവിൽ. അത് നമുക്ക് സാധിക്കില്ലെങ്കിൽ പോലും ഉള്ളിൽ നിന്ന് ഏത് ആഗ്രഹത്തിനും നമുക്ക് സ്വപ്നങ്ങളിലാണെങ്കിലും നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട്. ശരിക്കും മാതൃത്വം, എൻ്റെ ഒരു മകളായിട്ട് എനിക്ക് ധന്യമോളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, അമ്മയും മോളും പോലൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈ ഗേളില്. പിന്നെ എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. പിന്നെ എൻ്റെ ക്രൂവിനോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി പോലെയായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിങ്ങും. ഇതൊക്കെ ഒരു അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായി വരുന്ന ഒരു നോട്ടവും ഇതൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, തുറച്ചു നോട്ടവും ഒന്നും ഉണ്ടായിട്ടില്ല. ഫാമിലി ആയിട്ടുള്ള ഒരു ജോളി മൈൻഡിലായിരുന്നു ഈ ലൊക്കേഷനും ഷൂട്ടും ഇതിന്റെ ആൾക്കാരെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനുവേണ്ട എനർജി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്.